സംസ്ഥാനത്ത് പാമ്പുകടി ഏൽക്കുന്ന സംഭവങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 15 പേർക്കാണ് പാമ്പുകടിയേറ്റത്. 4 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 74 പേർക്കാണ് കടിയേറ്റത്. കോഴിക്കോടും മലപ്പുറത്തും കുട്ടികൾ പാമ്പുകടിയിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും ഇന്നും പാമ്പുകളെ പിടികൂടി. ഓരോ ദിവസവും സംസ്ഥാനത്ത് പാമ്പുകടി ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ കിടപ്പുമുറിയിൽ നിന്ന് മൂർഖനെ കണ്ടെത്തി. നന്മണ്ട സ്വദേശി പനോളുകണ്ടി റഫീഖിന്റെ മകൻ അൽഷിദ് അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പുലർച്ചെ ടോയ്ലറ്റിൽ പോകാൻ എഴുന്നേറ്റ അൽഷിദ് കട്ടിലിനടിയിൽ പാമ്പിന്റെ വാൽ ശ്രദ്ധിച്ചതാണ് രക്ഷയായത്. വീട്ടുകാർ എത്തിയപ്പോഴേക്കും പാമ്പ് പത്തി ഉയർത്തി നിൽക്കുന്നു. വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റെസ്ക്യൂ വളണ്ടിയർ എത്തി പാമ്പിനെ പിടികൂടി. സമാന സാഹചര്യം മലപ്പുറത്തും ഉണ്ടായി. തിരൂർ കൈമളശ്ശേരിയിൽ വീടിനോട് ചേർന്ന് കളിക്കുന്നതിനിടെ കുട്ടി പാമ്പുകടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. സംസ്ഥാനത്ത് 2 ഇടങ്ങളിൽ നിന്നും ഇന്നും പാമ്പിനെ പിടികൂടി. അങ്കമാലി അയ്യമ്പുഴ ചുള്ളിയിൽ ഫ്രാൻസിസിന്റെ വീട്ടിൽ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. മലപ്പുറം നിലമ്പൂരിൽ രാമംകുത്ത് സ്വദേശി നഫീസിയുടെ വീടിന്റെ ഹാളിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം പാമ്പുകടിയേറ്റ 15 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 4 പേർക്ക് കോഴിക്കോട് ജില്ലയിൽ മാത്രം കടിയേറ്റു. പാമ്പുകടിയേറ്റതായി സംശയിക്കുന്ന 24 കേസുകളും 108 ആംബുലൻസ് സർവീസ് വഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ 4 ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 74 പാമ്പുകടിയേറ്റ കേസുകളാണെന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.